വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ബാലു ലച്ചു ഈ രണ്ട് കോംബോനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എപ്പിസോഡ് നമ്പർ അതിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 417 പ്രോമോ ഉണ്ടായിരിക്കും. മനസ്സിലായി കാണും. ഈ ഒരു എപ്പിസോഡ് മെയിൻ കണ്ടന്റ് ആയിട്ട് വരാൻ പോകുന്നത് ബാലുവിൻ്റെയും ലച്ചുവിൻ്റെ ആ ഒരു വഴക്ക് തന്നെയാണ്, ആ ഒരു ഈഗോ ക്ലാഷ് തന്നെയാണ്. ഇവർ രണ്ടുപേരുടെയും ഈഗോ ഇങ്ങനെ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയും പ്രശ്നമായിട്ടുള്ള എപ്പിസോഡുകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. സീസൺ 2 തന്നെ തുടക്കത്തിൽ ആരംഭത്തിൽ 2-3 എപ്പിസോഡുകൾ അടുപ്പിച്ച് ഇവരുടെ മാത്രം ആ ഒരു പ്രശ്നവും ഇവർ രണ്ടുപേരും ആ ടോം ആൻഡ് ജെറി ഫൈറ്റൊക്കെ അടിപൊളിയായിട്ട് ഉള്ള എപ്പിസോഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഇവർ രണ്ടുപേരും കോംബോ ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെട്ട കോംബോ തന്നെയാണ്. രണ്ടുപേരും അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരുന്നു. സീസൺ 1 കേശുവും ബാലും തമ്മിലൊരു അടിപൊളി കോംബോ ഉണ്ടായിരുന്നു. പക്ഷേ സീസൺ 2 ആകുമ്പോഴേക്കും കേശു വളർന്നു വലുതായി. അപ്പോൾ ആ ഒരു കോംബോ ഒക്കെ പതിയെ നഷ്ടപ്പെട്ട് അപ്പോൾ സീസൺ 2 പുതുതായിട്ട് വന്നൊരു കോംബോ ആണ് ലച്ചുവും ബാലും തമ്മിലുള്ള ഒരു കോംബോ. ഈ ഒരു കോംബോ ഒരു സക്സസ്ഫുൾ കോംബോ തന്നെയായിരുന്നു. പക്ഷേ ഉപ്പുമുളകും സീസൺ 2 ആരംഭിച്ച ഒരു 100 എപ്പിസോഡിൻ്റെ ഉള്ളിൽ കുറച്ച് എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ ഇവർ രണ്ടിനും കോംബോയിൽ ഇവർ രണ്ടിനും ഫൈറ്റിലൊക്കെ എപ്പിസോഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം പുതിയ ക്യാരക്ടേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന ശേഷം ഇവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുപോലെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെയും എപ്പിസോഡുകൾ അധികം വരുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല. അധികമൊന്നും ഉണ്ടാവാത്ത പോലെ തോന്നി നമുക്ക്. കാരണം അങ്ങനത്തെ എപ്പിസോഡുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സിറ്റ്കോമിലേക്ക് മാറിയ ശേഷം ഇവർ രണ്ടുപേരും കോംബോ ആയിട്ടില്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആ ഒരു ഫൈറ്റിലുള്ള എപ്പിസോഡുകളൊന്നും ഉണ്ടായില്ല. കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് അങ്ങനത്തെ ഒരു എപ്പിസോഡ് വരാൻ പോകുന്നത്. ഇന്നത്തെ പ്രോമോ കൊണ്ടവർക്ക് മനസ്സിലാക്കണം, പ്രോമോയിൽ ഇവർ രണ്ടുപേരും ഫൈറ്റാണ് മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അതായത് നീലം ഇല്ലാത്തതുകൊണ്ട് ബാലു ലച്ചുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി, ലച്ചു കുഴപ്പത്തോട്ട് പോകാതെ ഞാൻ വീടിനകത്തേക്ക് കയറില്ല എന്ന് പറഞ്ഞ് ബാലുവും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രോമോൻ്റെ അവസാനം ലച്ചു നിലവിളിക്കുന്നുണ്ട്, ബാലു വീടിനകത്തായിട്ട് കയറി പോകുന്നതുമുണ്ട്. അപ്പോൾ ലച്ചുവിന് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ ബാലുവിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചെറിയൊരു പ്രാങ്ക് ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സിലായിരിക്കും ആ ഒരു സീനൊക്കെ വരും. അതുവരെ ക്ലൈമാക്സ് വരെയും ഇവർ രണ്ടുപേരും ഈ ഒരു വഴക്ക് അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ഒരു വഴക്ക് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവർ രണ്ടുപേരും ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ് തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം നമ്മളും സീസൺ 2 സീസൺ 1 കുറേ കോമ്പോസ് ഉണ്ടായിരുന്നു. അതിൽ കുറേ കോമ്പോസൊക്കെ അങ്ങനെ ഇല്ലാണ്ടായിപ്പോയി. അതായത് എക്സാമ്പിൾ കേശു ശിവ എന്നൊരു കോംബോ ഉണ്ടായിരുന്നു. ആ ഒരു കോംബോ ഒക്കെ ഇപ്പോൾ ഇല്ലാതെ തന്നെ ആയിപ്പോയി. കേശു വേറെ ശിവാനി വേറെ റൂട്ടിലാണ് ഇപ്പോൾ ആ ഒരു മീറ്ററിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മുടിയൻ നീലു കോംബോ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ മുടിയൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ തന്നെ ഇല്ല. ബാലു കേശു കോംബോ ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ല. ഇപ്പോൾ ആകെയുള്ള നിലവിലുള്ളൊരു കോംബോ എന്ന് പറഞ്ഞാൽ ബാലുവിൻ്റെയും ലച്ചുവിൻ്റെയും അങ്ങനത്തെ. പക്ഷേ അവരുടെ തമ്മിലായിട്ടുള്ള അങ്ങനെ ഒരു എപ്പിസോഡുകൾ അധികം വരുന്നില്ല. ഇന്നാണ് അങ്ങനത്തെ ഒരു എപ്പിസോഡ് വരുന്നത്. പക്ഷേ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് മറ്റേ അങ്ങനെ ഒരുപാട് സ്നേഹത്തിലുള്ള കോംബോ ഒന്നുമില്ല, വെറും വഴക്കിടുന്നത് പോലത്തെ ഒരു കോംബോ ആണ്. അങ്ങനത്തെയും ഒരു കോംബോ അടിപൊളിയാണ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇവർ രണ്ടുപേരും ഒരു കോംബോസ് തിരിച്ച് വരികയാണ്. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ ഓരോരോ കോംബോ ആയിട്ട്, അത് കേശു ശിവനായിട്ടുള്ളൊരു കോംബോവും ബാലു ബാസിയും ബാലുവും ശങ്കരണ്ണനും ഭവാനിയും ഇവരായിട്ടുള്ളൊക്കെ കോംബോസ് ഇങ്ങനെ തിരിച്ചു വന്നിട്ടുള്ള എപ്പിസോഡുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. അങ്ങനത്തെ എപ്പിസോഡ് കാണാനും ഓഡിയൻസ് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഡയറക്ടർ മാറിയ സ്ഥിതിക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചുമാണ് എപ്പിസോഡുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ എപ്പിസോഡ്, അതായത് ഇങ്ങനത്തെ കോമ്പിനേഷൻ സീനുകളുള്ള കേശു ശിവ ആയിക്കോട്ടെ, ലച്ചു ബാലു ആയിക്കോട്ടെ, ലച്ചു കേശു ആയിക്കോട്ടെ, ഇങ്ങനത്തെ കുറച്ച് കോമ്പോസുള്ള എപ്പിസോഡുകളൊക്കെ വന്നാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഉപ്പുമുളകിൽ ആരുടെ കോംബോ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.